ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് വെൽഡിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളതെന്ന്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് വെൽഡിങ്. രണ്ട് മെറ്റീരിയൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ വെൽഡിംഗ് എന്ന് പറഞ്ഞു, ബൈ യൂസിങ് ഫില്ലറ്റ്സ്. ആൻഡ് ദെൻ നമ്മൾ പഠിച്ചു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസോസിയേഷൻസ്. വെൽഡിങ്ങിന് നമ്മൾ ജനറലായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് അസോസിയേഷൻസിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഒരു വെൽഡിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് എന്താണ്? ഒന്ന് ഫില്ലറ്റ്, പിന്നെ ഒന്ന് ഫ്ലെക്സ്, ഒന്ന് വെൽഡ് പൂൾ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ 3 എലമെൻറ്റ്സ് ആണ് മെയിൻലി നമ്മളൊരു വെൽഡിങ് പ്രോസസ്സിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു വെൽഡിങ് ടെർമിനോളജി. ഒരു വെൽഡിങ് പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ പാർട്സും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെൽഡിങ് ടെർമിനോളജിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നമ്മൾ പിന്നെ പഠിച്ചു, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പിന്നെ നമ്മൾ ഒരു ജനറൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സിലുള്ള മെയിൻ വെൽഡിങ്ങിനെ കുറിച്ചാണ് വിളിച്ചത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡിങ് യൂസ്ഡ് ഇൻ ജനറൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ഒരു ക്ലാസിഫിക്കേഷനായിട്ട് എന്തൊക്കെ ടൈപ്പ് വെൽഡിങ് ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ നമ്മൾ വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പിന്നെ ഡിസ്കസ് ചെയ്തത്. കുറച്ച് വളരെ ലെങ്തി ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ആർക്കുണ്ട്, ഗ്യാസ് ഉണ്ട്, അങ്ങനെ വലിയൊരു ലെങ്തി ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി അതിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സിലുള്ള കാര്യങ്ങൾ, അതിൽ ജോയിനിങ് പാർട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാണ് വെൽഡിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷനാണ് ഇന്ന് എടുക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ എലമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫില്ലറ്റ് വേണം, ഫ്ലക്സസ് വേണം, അതുപോലെ വെൽഡ് പൂൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ജോയിൻറ്റ്സ് ആണ് നമ്മൾ ഒരു വെൽഡിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബട്ട് ജോയിൻറ്റ്. ബട്ട് ജോയിൻറ്റ് എന്താ? ബട്ട് ജോയിൻറ്റിൻ്റെ പേര് തന്നെ ഉണ്ട്. ഇൻ ദിസ് ജോയിൻറ്റ് ടൈപ്പ് ദ parts lies in the same plane and are joined at their edge. അത് ഒരേപോലത്തെ രണ്ട് എലമെൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ, ഒരേ പ്ലെയിനിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെൽഡിങ്ങിനെയാണ് നമ്മൾ ബട്ട് വെൽഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരുപോലത്തെ രണ്ട് പാർട്സ് അത് സെയിം പ്ലെയിനിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ് ബട്ട് ജോയിൻറ്റ്. അടുത്ത സ്ലൈഡിൽ ഇതിൻ്റെ ഫിഗേഴ്സ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. സെക്കൻഡ് വൺ കോർണർ ജോയിൻറ്റ്, അതായത് രണ്ട് എലമെൻറ്റ്സ്, അതായത് ദ പാർട്ട് ഈസ് എ കോർണർ ജോയിൻറ്റ് ഫോം എ റൈറ്റ് ആംഗിൾ ആൻഡ് ആർ ജോയിൻറ്റ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ ആംഗിൾ. അതായത് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ഫോം ചെയ്ത് അതുപോലെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തതിനെയാണ് നമ്മൾ കോർണർ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പാർട്ട് ഇൻ എ കോർണർ ജോയിൻറ്റ് ഫോം എ റൈറ്റ് ആംഗിൾ ആൻഡ് ആർ ജോയിൻറ്റ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ ആംഗിൾസ് എന്നാണ് നമ്മളതിന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ജോയിൻ്റാണ് ലാബ് ജോയിൻറ്റ്. ലാബ് ജോയിൻറ്റ് പറഞ്ഞാൽ ദിസ് ജോയിൻറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഓവർലാപ്പിംഗ് പാർട്ട്. രണ്ട് പാർട്സ് ഓവർലാപ്പ് ചെയ്തുകൊണ്ടിട്ട് അതിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലാബ് ജോയിൻറ്റ്. ഓക്കെ, ദിസ് ജോയിൻറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഓവർലാപ്പിംഗ് പാർട്സ്. രണ്ട് പാർട്സ് ഓവർലാപ്പ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലാബ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് ടി ജോയിൻറ്റ്. ടി ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് തന്നെയാണ് പറയുക. ഇൻ ടി ജോയിൻറ്റ് വൺ പാർട്ട് ഈസ് പെർപെൻഡിക്കുലർ ടു അതർ ഇൻ ദ അപ്രോക്സിമേറ്റ് ഷേപ്പ് ഓഫ് ടി. അതായത് ടീൻ്റെ ഷേപ്പിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന ഷേപ്പിൽ ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ടി ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് വൺ ഈസ് എഡ്ജ് ജോയിൻറ്റ്. എഡ്ജ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പാർട്ട് ഈസ് ആൻ എഡ്ജ് ജോയിൻറ്റ് ആർ പാരലൽ വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദെയർ എഡ്ജസ് ഇൻ കോമൺ ആൻഡ് ദ ജോയിൻറ്റ് ഈസ് മെയ്ഡ് അറ്റ് ദ കോമൺ എഡ്ജ്. രണ്ട് എഡ്ജസ് കമ്പൈൻ ചെയ്തിട്ട് അതിന് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എഡ്ജ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗേഴ്സാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഫസ്റ്റ് ബട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്സ് ഒരേ ആക്സിസിൽ വെച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബട്ട് ജോയിൻറ്റ്. ദെൻ ലാബ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലാബ് ജോയിൻറ്റ്. ടി ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന ജോയിൻസിനെ, ടി ഷേപ്പിൽ പെർപെൻഡിക്കുലറായി നിൽക്കുന്ന ജോയിൻസിനെയാണ് നമ്മൾ ടി ജോയിൻറ്റ് എന്ന് പറയുന്നത്. കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് 90 ഡിഗ്രി ആയിട്ട്
ഒരു കോർണർ ഷേപ്പിൽ വരുന്നത് തന്നെയാണ് നമ്മൾ കോർണർ ജോയിൻറ്റ്. അതിൻ്റെ കോർണറാണ് വെൽഡ് ചെയ്യുക. ഓക്കെ. ദെൻ എഡ്ജസ്, രണ്ട് സാധനം നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ എഡ്ജസ് നമ്മൾ ജോയിൻ ചെയ്യുക. ഇതിനാണ് എഡ്ജസ്. ഇതിനാണ് 5 ബേസിക് ജോയിൻറ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു പോർഷനാണ്. ഓക്കെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഫിഗറും വരയ്ക്കണം. ഓരോ ജോയിൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും അവിടെ. ഓക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുക. ബേസിക് ജോയിൻറ്റ്സ് ഓഫ് വെൽഡിങ്. അതായത് 5 ജോയിൻറ്റ്സ് ഉണ്ട് പറഞ്ഞു. ബട്ട്, ലാപ്പ്, ടീ, കോർണർ, എഡ്ജ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ഫോർ ബേസിക് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ വെൽഡ്. അതായത് നമ്മൾ ഫ്യൂഷൻ വെൽഡ് ചെയ്യുമ്പം നമ്മൾ മെയിനായിട്ട് എങ്ങനെയാണ്, ഫസ്റ്റ് വൺ ഈസ് വരുന്നത് സർഫസ് വെൽഡ്. ഇപ്പം ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ ഏറ്റവും ടോപ്പ് സർഫസിൽ മാത്രമേ വെൽഡ് ചെയ്യാൻ, അങ്ങനത്തെ വെൽഡിങ്ങിനെയാണ് നമ്മൾ സർഫസ് വെൽഡിങ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പം ഒരു നമുക്ക് വെൽഡ് ചെയ്യേണ്ട ഒരു സാധനം, ആ സാധനത്തിൻ്റെ സെൻറ്റർ പോർഷനിൽ ഗ്രൂ ഷേപ്പിലാണ് വെൽഡ് ചെയ്യേണ്ടതിന് അതിനെയാണ് നമ്മൾ ഗ്രൂ വെൽഡിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഫില്ലറ്റ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഓവർലാപ്പ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജസ് ഗ്രൂവായി ചെയ്യേണ്ടതാണെങ്കിൽ അതിനെയാണ് ഫില്ലറ്റ് വെൽഡിങ് എന്ന് പറയുന്നത്. ദെൻ പ്ലഗ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം കമ്പൈൻ ചെയ്തു, പ്ലഗ് പോലെ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷൻ രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെൽഡിങ്ങിനെയാണ് പ്ലഗ് വെൽഡിങ് എന്ന് പറയുന്നത്. ദിസ് ആർ ഫോർ ബേസിക് ടൈപ്പ് ഓഫ് ഫ്യൂഷൻ വെൽഡിങ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതാണ് ഒരു വെൽഡിങ്ങിൻ്റെ ഡയഗ്രാം. മീൻസ് ഒരു വെൽഡിങ്ങിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻ്റ് ആണ്. അതിന് മെയിനായിട്ട് 5 വെൽഡിങ് പൊസിഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. ദ എറോ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോഡ് ഓർ ടോർച്ച്. അതായത് ഇലക്ട്രോഡ് ഇൻ ദ ടോർച്ച് ഈസ് ഹെൽഡ് ഇൻ അപ്രോക്സിമേറ്റ്ലി നോർമൽ ടു ദ ഡയറക്ഷൻ. ഈ ദ എറോ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോഡ്. എറോ ഷോ ചെയ്യുന്നത് നമ്മളെ ഡയറക്ഷൻ ഓഫ് മോഷനാണ്. അതായത് നമ്മൾ ഇലക്ട്രോഡ് കൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യില്ല, അതിൻ്റെ ഡയറക്ഷനെയാണ് നമ്മൾ എയർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ടോർച്ച് ഈസ് ഹെൽഡ് ഇൻ അപ്രോക്സിമേറ്റ്ലി നോർമൽ ടു ദ ഡയറക്ഷൻ എന്നായിരിക്കും. ഓക്കെ. നമ്മളിപ്പോൾ വെർട്ടിക്കലി ചെയ്യുന്നതാണ് വെർട്ടിക്കൽ അപ്പ് വെൽഡിങ് ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ ഡൗൺ വെൽഡിങ്. അത് മുകളിലേക്ക് കുത്തനെ വെൽഡ് ചെയ്യണതൊക്കെ വെർട്ടിക്കൽ അപ്പ് വെൽഡിങ്, കുത്തനെ താഴോട്ട് വരുന്നത് വെർട്ടിക്കൽ ഡൗൺ വെൽഡിങ് ആണ്. അതുപോലെ റൈറ്റിലോട്ട് വരുന്ന ഹൊറിസോണ്ടൽ വെൽഡിങ് ആണ്. ദെൻ ഫ്ലാറ്റിൽ ഒരു സർഫസിൻ്റെ മുകളിൽ നമ്മൾ വെൽഡ് ചെയ്യണത് അതിനെയാണ് ഫ്ലാറ്റ് വെൽഡിങ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ നേരെ അടിയിൽ വെൽഡ് ചെയ്യുന്നതിന് ഒരു സാധനത്തിൻ്റെ അടിയിൽ, ഇപ്പോൾ പ്ലേറ്റിനാണെങ്കിൽ ആ പ്ലേറ്റിൻ്റെ അടി ഭാഗം വെൽഡ് ചെയ്യാണ്, അതിനെയാണ് ഓവർ ഹെഡ് വെൽഡിങ് എന്ന് പറയുന്നത്. ഇത്രയാണ് വെൽഡിങ്ങിൻ്റെ പൊസിഷനുള്ള 5 വെൽഡിങ് പൊസിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അടുത്ത ഡയഗ്രത്തിൽ കാണിച്ചു തരാം. ഇതാണ് ഒരു വെൽഡിൻ്റെ പൊസിഷൻ. മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഫ്ലാറ്റ് പൊസിഷൻ ഉണ്ടാവും, ദെൻ ഹൊറിസോണ്ടൽ പൊസിഷൻ ഉണ്ടാവും, ദെൻ വെർട്ടിക്കൽ പൊസിഷൻ ആൻഡ് ദ ഓവർ ഹെഡ് പൊസിഷൻ ഉണ്ടാവും. ഓക്കെ. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അടിയിൽ. ദെൻ ഫ്ലാറ്റ് പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുത്തനെ അടി ഉണ്ടാക്കും. അതാണ് ആക്സിസ് ഓഫ് വെൽഡ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ വെൽഡ് പോകുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ പൊസിഷൻ. ഹൊറിസോണ്ടൽ പൊസിഷൻ ദ ആക്സിസ് ഓഫ് വെൽഡ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ വെൽഡ് ചെയ്യുക. ഓക്കെ. ദെൻ തേർഡ് വൺ ഈസ് വെർട്ടിക്കൽ പൊസിഷൻ. വെർട്ടിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് വെൽഡ് ഇൻ വെർട്ടിക്കൽ, അതായത് കുത്തനുള്ള സാധനത്തിൻ്റെ റൈറ്റ് സൈഡിൽ വെൽഡ് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ആക്സിസ് ഓഫ് വെൽഡ് ഇൻ വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഓവർ ഹെഡ് പൊസിഷൻ. ഓവർ ഹെഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് വെൽഡ് ഇൻ ഹൊറിസോണ്ടൽ, അതായത് അടിഭാഗത്താണ് വെൽഡ് ചെയ്യുക, പക്ഷെ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ തന്നെയാണ് വെൽഡ് ചെയ്യുക. ഓക്കെ. ഇത്ര കാര്യങ്ങളാണ് വെൽഡ് പൊസിഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് മെയിനായിട്ട് വെൽഡിങ് പൊസിഷൻ ഈസ് ഈക്വൽ ടു ഫില്ലറ്റ്, വെൽഡ് ആൻഡ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വെൽഡ് പൊസിഷൻ 4 എണ്ണമാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഫ്ലാറ്റ് പൊസിഷൻ, ഹൊറിസോണ്ടൽ പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷൻ, ഓവർ ഹെഡ് പൊസിഷൻ. ഫ്ലാറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് വെൽഡ് വെർട്ടിക്കലായിരിക്കും. ഹൊറിസോണ്ടൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് വെൽഡ് ഹൊറിസോണ്ടലി ആയിരിക്കും. വെർട്ടിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് വെൽഡ് ഇൻ വെർട്ടിക്കൽ തന്നെയായിരിക്കും. ദെൻ ഓവർ ഹെഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് വെൽഡ് ഇൻ ഹൊറിസോണ്ടൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഫ്ലാറ്റും വെർട്ടിക്കൽ പൊസിഷനിലും ആക്സിസ് ഓഫ് വെൽഡ് വെർട്ടിക്കലായിരിക്കും. അതുപോലെ ഹൊറിസോണ്ടൽ പൊസിഷനിലും ഓവർ ഹെഡ് പൊസിഷനിലും ആക്സിസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും എന്നാണ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. ദെൻ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് വെൽഡിങ്ങിൻ്റെ ടെർമിനോളജിനെ കുറിച്ച്. അതുപോലെ വെൽഡിങ് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡിസ്കസ് ആയിട്ടാണ്. ഇനി നമുക്ക് ഒരു വെൽഡിങ് പ്രോസസ്സിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് മെയിൻലി യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കാനുള്ളത്. അതായത് മെയിനായിട്ട് നമ്മൾ ഒരു വെൽഡിങ് പ്രോസസ്സിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് എന്താണ് ട്രാൻസ്വേഴ്സ് റേറ്റ്. ട്രാൻസ്വേഴ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ വെലോസിറ്റി ഓഫ് വെൽഡ് ഇൻ സോഴ്സ്. അതായത് എത്ര വെലോസിറ്റിയിലാണ് ഈ വെൽഡ് നമ്മൾ പോക്കുന്നത് അതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹീറ്റ്. എത്ര ഹീറ്റാണ് ഇതിലേക്ക്
ഇൻപുട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എ പവർ ടു ദ വെലോസിറ്റി. പവറും വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇതിൻ്റെ യൂണിറ്റായിട്ട് പറയുന്നത് ജൂൾ പെർ മീറ്ററിലാണ് ഇതിനെ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അടുത്ത റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട് ഓർ റേറ്റ് ഇൻറ്റൻസിറ്റി. അടുത്ത എത്ര റേറ്റ് ഓഫ് ഇൻപുട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് അഥവാ ഹീറ്റ് ഇൻറ്റൻസിറ്റി നമ്മൾ കൊടുക്കുന്നത്, അതിനെ വാട്ട് പെർ മീറ്റർ സ്ക്വയറിലാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഹീറ്റ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എത്ര ഹീറ്റ് ഇൻറ്റൻസിറ്റി അതിൽ നടക്കുന്ന ഹീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളാണ് അടുത്തത്. ഇത്രയും മെയിൻ പാരാമീറ്റേഴ്സാണ് നമുക്ക് മെയിനായിട്ട് ഒരു വെൽഡിംഗ് പ്രോസസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്വേഴ്സ് ഡയറക്റ്റ്. അതാണ് ഒരു വെലോസിറ്റി ഓഫ് വെൽഡിംഗ് സോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു മീറ്റർ പെർ സെക്കൻഡ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹീറ്റ് ഇൻപുട്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ടു വെലോസിറ്റി, ദാറ്റ് ഈസ് ജൂൾ പെർ മീറ്റർ ആണ്. ദെൻ തേർഡ് വൺ ഈസ് റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട് ഓർ ഹീറ്റ് ഇൻറ്റൻസിറ്റി. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയറിലാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഹീറ്റ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമ്മളൊരു മെയിനായിട്ട് ഒരു വെൽഡിങ്ങിൽ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റർ, ഒരു ടെർമിനോളജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആർക്ക് വെൽഡിങ്. നമ്മൾ ഇങ്ങനെ അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോന്നിരുന്നു, എന്താ ആർക്ക് വെൽഡിങ് ഉണ്ട്, ഗ്യാസ് വെൽഡിങ് ഉണ്ട് ഒക്കെ. അപ്പോൾ എന്താണ് ഒരു ആർക്ക് വെൽഡിങ്ങിന് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ആർക്ക് വെൽഡിങ്ങിൻ്റെ ടൈപ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് എന്താണ് ഒരു ആർക്ക് വെൽഡിങ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫ്യൂഷൻ വെൽഡിങ് ആണ്. അതിനെ നമ്മളൊരു ഡെഫിനേഷനായി പറയുകയാണെങ്കിൽ എ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് coalescence of the metal is achieved by the heat from the electric arc between an electrode and workpiece. ഇതൊരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് ആണ്. വിച്ച് ഈസ് coalescence ഓഫ് മെറ്റൽ ഈസ് അച്ചീവ്ഡ് ബൈ ദ ഹീറ്റ് ഫ്രം ദ ഇലക്ട്രിക്. അതായത് നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ആ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെ ഇടയിൽ വരും. ഓക്കെ, ദെൻ അവിടെ ഭയങ്കര ഹീറ്റ് വരും. ദെൻ ആ സാധനം ഫില്ലർ മെറ്റലും അത് മെൽറ്റ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ ആർക്ക് വെൽഡിംഗ് നടക്കുന്നത്. എ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് coalescence ഓഫ് ദ മെറ്റൽ ഈസ് അച്ചീവ്ഡ് ബൈ ദ ഹീറ്റ് ഫ്രം എ ഇലക്ട്രിക് ആർക്ക് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസ്. ഓക്കെ, അത് രണ്ടിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ് എനർജി ഫ്രം ദ ആർക്ക് പ്രൊഡ്യൂസേഴ്സ് ടെമ്പറേച്ചർ 1000 ഫാരൻഹീറ്റ് അഥവാ 5500 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഹോട്ട് ഇനഫ് ടു മെൽറ്റ് എനി മെറ്റൽ. അതായത് ഇതിൻ്റെ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഫ്രം ദ എനർജി ഫ്രം ദ ആർക്ക് പ്രൊഡ്യൂസേഴ്സ് ദ ടെമ്പറേച്ചർ. പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ഏകദേശം 10,000 ഫാരൻഹീറ്റ് ആണ്, അഥവാ 5500 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിൻ്റെ ഡിഗ്രി സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, ഇറ്റ് ഈസ് ഹോട്ട് ഇനഫ് ഏത് മെറ്റലും മെൽറ്റ് ചെയ്യാൻ ഇത്രയും ഹീറ്റ് മതിയാവും. ഓക്കെ, അതായത് ഹൈ എമൗണ്ട് ഓഫ് ആർക്കാണ്, ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റാണ് നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് പറയണത് മോസ്റ്റ് ഓഫ് ദ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ആഡ് എ ഫില്ലർ മെറ്റൽ ടു ദ ഇൻക്രീസിങ് ദ വോളിയം ആൻഡ് സ്ട്രെങ്ത് ഓഫ് വെൽഡ് ജോയിൻറ്റ്. അതായത് ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നല്ലോ. ഫില്ലർ മെറ്റീരിയൽ ഉരുകിയിട്ടാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ ജോയിൻ ചെയ്യുന്നത്. ഇത് ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെങ്ത്ത് വോളിയം അതിൻ്റെ സ്ട്രെങ്ത്ത് ഓഫ് വെൽഡും ജോയിൻറ്റും ഭയങ്കരമായിട്ട് കൂടും. സ്ട്രെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും ഇതിന് ജോയിൻ ചെയ്യുമ്പോൾ. അതിനെയാണ് നമ്മൾ ഫില്ലർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് coalescence ഓഫ് ദ മെറ്റൽ ഈസ് അച്ചീവ്ഡ് ബൈ ദ ഹീറ്റ് ഫ്രം ഇലക്ട്രിക് ആർക്ക് ബിറ്റ്വീൻ ഇലക്ട്രോഡും വർക്ക് പീസിൻ്റെ ഇടയിലാണ് ഈ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏകദേശം 10,000 ഫാരൻഹീറ്റ് ദാറ്റ് ഇസ് അല്ലെങ്കിൽ 5500 ഡിഗ്രി സെൽഷ്യസ് നോട്ട് ഇനഫ് ടു മെൽറ്റ് എനി മെറ്റൽ എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ആഡ് എ ഫില്ലർ മെറ്റൽ ടു ഇൻക്രീസിങ് ദ വോളിയം ആൻഡ് സ്ട്രെങ്ത് ഓഫ് എ വെൽഡ് ജോയിൻറ്റ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഫില്ലർ മെറ്റീരിയൽസിൽ ആഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് എന്താണ് ഇലക്ട്രിക് ആർക്ക് എന്നാണ്. അപ്പം ഇലക്ട്രിക് ആർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ആർക്ക് എന്താണെന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ആൻ ഇലക്ട്രിക് ആർക്ക് ഈസ് ദ ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അക്രോസ് ദ ഗ്യാപ്പ് ഇൻ സർക്കിൾ. നമ്മൾ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇലക്ട്രിക് ആർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് തന്നെയാണ് അക്രോസ് ദ ഗ്യാപ്പ് ഓഫ് ദ സർക്യൂട്ട്, ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ. ഓക്കെ, ദെൻ സെക്കൻഡ് പറയുന്നത് ഇറ്റ് ഈസ് സസ്റ്റെയിൻഡ് ബൈ ആൻ അയണൈസ്ഡ് കോളം ഓഫ് ഗ്യാസസ്. അതായത് ഇറ്റ് ഈസ് സസ്റ്റെയിൻഡ് ബൈ ആൻ അയണൈസ്ഡ് കോളം ഓഫ് ഗ്യാസസ് അഥവാ പ്ലാസ്മ ത്രൂ വിച്ച് ദ കറണ്ട് ഈസ് ഫ്ലോ. അതിൻ്റെ ഇടയിൽ ഇത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സസ്റ്റെയിൻഡ് ബൈ അയണൈസ്ഡ് കോളം ഓഫ് ഗ്യാസ് ത്രൂ വിച്ച് ദ കറണ്ട് വിൽ ബി ഫ്ലോ. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് എന്താ ടു ഇനീഷ്യേറ്റ് ദ ആർക്ക് ഇൻ
To initiate the arc in the arc welding, the electrode is brought into contact with work and then quickly separated from it by a short distance. അതായത് നമ്മൾ ആർക്ക് ഇൻ ദ ആർക്ക് വെൽഡിങ്ങിൽ ഈ ആർക്ക് ഇനീഷ്യേറ്റ് ചെയ്യുമ്പം ഇലക്ട്രോഡ് ഈസ് ബ്രോട്ട് ഇൻ ടു ഇലക്ട്രോഡ് കോൺടാക്ട് വരുമ്പോഴാണല്ലോ ഇതിൽ വെൽഡിങ് പ്രോസസ്സ് നടക്കുക. പക്ഷേ കോൺടാക്ട് വിത്ത് വർക്ക് പീസ് ദെൻ ഇത് നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇലക്ട്രിക് ആർക്കിൻ്റെ കേസിൽ അത്ര പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. ദെൻ ദ ക്വിക്ക്ലി സെപ്പറേറ്റഡ് ബൈ എ ഷോർട്ട് ഡിസ്റ്റൻസിൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇലക്ട്രിക് ആർക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഇനി നമുക്ക് ടു ബേസിക് ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിങ് ഇലക്ട്രോഡ്സ് ഉണ്ട്. ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് മെയിനായിട്ട് 2 ടൈപ്പ് ആവുന്നു. കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ വെൽഡിങ് പ്രോസസ്സ്, അത് വെൽഡിങ്ങിൻ്റെ പ്രോസസ്സിൽ തന്നെ അത് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും ഇത്തരം റോഡുകൾ. ഇറ്റ്സ് ഓൾസോ ഫില്ലർ മെറ്റീരിയൽ ഇൻ ദ ആർക്ക്, അതായത് ഫില്ലർ മെറ്റീരിയലിൽ നമ്മൾ ഇത് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിലേക്ക് ഹൈ എമൗണ്ട് ഹീറ്റ് കൊടുത്തിട്ട് ആ സാധനമാണ് നമ്മൾ മെറ്റലായിട്ട് ജോയിൻ ചെയ്തിട്ട് നേരെ ഫില്ല് ചെയ്യും. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് ഫില്ലർ മെറ്റീരിയൽസ് ഇതിന് യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ കൺസ്യൂമബിൾ ടൈപ്പ് എന്ന് പറയുന്നത്. അതാണ് കൺസ്യൂമബിൾ ഡ്യൂറിങ് ദ വെൽഡിങ് പ്രോസസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോഴ്സ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ ഇൻ ദ ആർക്ക് വെൽഡിങ്. സെക്കൻഡ് വൺ ഈസ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോട്ട് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ വെൽഡിങ് പ്രോസസ്. ഇത് വെൽഡിങ്ങിൻ്റെ ടൈമിൽ അത്ര കൺസ്യൂം ചെയ്യില്ല. ദ ഫില്ലർ മെറ്റീരിയൽ മസ്റ്റ് ബി ആഡഡ് സെപ്പറേറ്റ്ലി ഇഫ് ഇറ്റ് ഈസ് ആഡഡ്. അതായത് നമ്മളിപ്പം ഈ ഹീറ്റ് കൊടുക്കുമ്പം ഫില്ലർ മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അത്ര എമൗണ്ട് ഒരിക്കലും കൺസ്യൂം ചെയ്യത്തില്ല. ഇങ്ങനത്തെ ടൈപ്പിനാണ് നോൺ കൺസ്യൂമബിൾ എന്ന് പറയുന്നത്. അപ്പം ആർക്ക് വെൽഡിങ് ഇലക്ട്രോഡ് 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു. ഒന്ന് കൺസ്യൂമബിളും ഒന്ന് നോൺ കൺസ്യൂമബിളും. കൺസ്യൂമബിൾ എന്ന് പറഞ്ഞാൽ കൺസ്യൂംഡ് ഡ്യൂറിങ് വെൽഡിങ് പ്രോസസ് ആൻഡ് സോഴ്സ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ ഇൻ ആർക്ക് വെൽഡിങ്. സെക്കൻഡ് വൺ ഈസ് നോൺ കൺസ്യൂമബിൾ. നോട്ട് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ വെൽഡിങ് പ്രോസസ്സിൻ്റെ ടൈമിൽ കൺസ്യൂം ചെയ്യില്ല. ദെൻ ഫില്ലർ മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ആർക്ക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ആർക്ക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്ക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷനായി പറയുകയാണ്, ഇറ്റ് എ ഹൈ ടെമ്പറേച്ചർ ഇൻ ആർക്ക് വെൽഡിംഗ് ദ മെറ്റൽ ആർ കെമിക്കലി റിയാക്റ്റീവ് ടു ഓക്സിജൻ, നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ എയർ. അതായത് ഹൈ ടെമ്പറേച്ചർ, ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണല്ലോ. അപ്പോൾ മെറ്റൽസ് കെമിക്കലി റിയാക്റ്റീവ് ആണ്. അത് യൂസ് ചെയ്യുന്ന മെറ്റൽസ് കെമിക്കലി റിയാക്റ്റീവ് ടു ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ കാര്യങ്ങൾ അറ്റ്മോസ്ഫിയർ എയറിൽ വെക്കുമ്പോൾ ഇതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് അതിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഈസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ജോയിൻ ക്യാൻ ബി ഡീഗ്രേഡഡ് ബൈ ദിസ് റിയാക്ഷൻ. ഈ ഒരു നമ്മളെ എയർ ആയിട്ട് ഈ ഒരു റിയാക്ഷൻ ഓക്സിജൻ, നൈട്രജൻ ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ കെമിക്കലി റിയാക്റ്റീവ് ടു ഓക്സിജൻ, നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ എയർ ഇതായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ റിയാക്ട് ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ ആ ജോയിൻറ്റിൽ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും റിയാക്ഷൻസ് വരുന്നുണ്ട്. ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ജോയിൻറ്റ് ക്യാൻ ബി ഡിഗ്രേഡഡ് ബൈ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ കാരണം ഡിഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സെക്കൻഡ് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ഓപ്പറേഷൻ ആർക്ക് മസ്റ്റ് ബി ഷീൽഡഡ്. അപ്പം നമുക്ക് ഈ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷീൽഡിങ് കൊടുക്കും ഈ ഒരു ഫില്ലർ മെറ്റീരിയലിന്. The protect the operation or must be shielded from the surrounding air in the arc welding process. ഓക്കെ, അപ്പം ആർക്ക് ഷീൽഡിങ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ഷീൽഡിങ് ഗ്യാസസ് സച്ച് ആസ് ആർഗണും ഹീലിയം, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഫ്ലക്സസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഷീൽഡായിട്ട് ഇതിന് യൂസ് ചെയ്യാറുണ്ട് ഈ ആർക്ക് വെൽഡിങ്ങിന് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആർക്ക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആർക്ക് വെൽഡിങ്ങിൻ്റെ കേസസിൽ മറ്റേ കെമിക്കലി റിയാക്റ്റീവ് ടു ഓക്സിജൻ, ഹൈഡ്രജൻ ഇൻ അറ്റ്മോസ്ഫിയർ എയറിലെ ഓക്സിജൻ, നൈട്രജനും ഹൈഡ്രജനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ആണ്. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ജോയിൻ ക്യാൻ ബി ഡീഗ്രേഡഡ് ബൈ റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ടു പ്രൊട്ടക്ട് ദ ഓപ്പറേഷൻ ആർ മസ്റ്റ് ബി ഷീൽഡഡ് ബൈ ദ സറൗണ്ടിങ് എയേഴ്സ് ഇൻ ദ ആർക്ക് വെൽഡിംഗ് പ്രോസസ്. അപ്പോൾ ആർക്ക് ഷീൽഡിംഗ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ഷീൽഡിംഗ് ഓഫ് ഗ്യാസസ്. അതായത് ആർഗണും ഹീലിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ്, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഫ്ലക്സസ് നമ്മൾ ആഡ് ചെയ്യുന്നതും ഈ ഒരു ആർക്ക് ഷീൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ആർക്ക് ഷീൽഡിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് എന്താണ് ഫ്ലക്സ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഞാൻ പറയുകയാണെങ്കിൽ എ സബ്സ്റ്റൻസ് ദാറ്റ് പ്രിവെൻറ്റ് എ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് ആൻഡ് അതർ കണ്ടാമിനൻസ് ഇൻ വെൽഡിങ്. അതായത് ഒരു സബ്സ്റ്റാൻസ്, അതായത് ഓക്സൈഡിൻ്റെ ഫോർമേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കണ്ടാമിനൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്ലക്സ്. വെൽഡിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഫ്ലക്സ്. വെൽഡിംഗ് ഓർ ഡിസോൾവ്ഡ് ദം ആൻഡ് ഫെസിലിറ്റേറ്റ്സ് റിമൂവൽ.
അതായത് ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഓക്സൈഡുള്ള റിയാക്ഷൻസും അതുപോലെ കണ്ടാമിനൻസ് ഓഫ് വെൽഡിങ്ങും ഒക്കെ ഒഴിവാക്കാം. ഓർ ഡിസോൾവ്ഡ് ദെൻ ആൻഡ് ഫെസിലിറ്റേറ്റ് ദ റിമൂവൽ. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഫ്ലക്സ് കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്ലക്സ് യൂസ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങളാണ് പറയണത്. ടു പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ഫോർ വെൽഡിങ്. അതായത് വെൽഡിങ്ങിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ഫോർ വെൽഡിങ് ആൻഡ് സ്റ്റെബിലൈസേഴ്സ് ആർക്കിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും ഈ ഫ്ലക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. റെഡ്യൂസ് ദ സ്പാറ്ററിങ്, അതുപോലെ സ്പാറ്ററിങ് റെഡ്യൂസ് ചെയ്യാനും കഴിയും. ഇത്ര കാര്യങ്ങളാണ് ഫ്ലക്സിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫാസ്റ്റായിട്ട് പറയാൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൊസിഷൻസിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ബട്ട് ജോയിൻ്റ് ഉണ്ട്, കോർണർ ജോയിൻ്റ് ഉണ്ട്, ലാപ്പ് ജോയിൻ്റ് ഉണ്ട്, ടീ ജോയിൻ്റ് ഉണ്ട്, എഡ് ജോയിൻ്റ് ഉണ്ട്. ദെൻ അതിൻ്റെ ഫിഗേഴ്സ് കാണിച്ചു തന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ നമ്മൾ ബേസിക് ടൈപ്സ് ഓഫ് ഫ്യൂഷൻ വെൽഡിനെ കുറിച്ച് പറഞ്ഞു. ദെൻ 5 വെൽഡിങ് പൊസിഷൻസിനെ കുറിച്ച് പറഞ്ഞു. വെർട്ടിക്കൽ അതുപോലെ ഡയറക്ഷൻ എങ്ങനെ വരുന്നത് കാണിച്ചു. ദെൻ ഫ്ലാറ്റ് പൊസിഷൻ, ഹൊറിസോണ്ടൽ പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷൻ, ഓവർഹെഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് കാണിച്ചു. ദെൻ എന്തൊക്കെ വെൽഡിങ് പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് റേറ്റ്, ഹീറ്റ് ഇൻപുട്ട്, റേറ്റ് ഓഫ് ഹീറ്റ് ഇൻപുട്ട് ഓർ ഹീറ്റ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മളൊരു വെൽഡിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ എന്താണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് എന്താണ് ഇലക്ട്രിക് ആർക്ക് എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൻ്റെ ഇലക്ട്രോഡ്സ് 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ. ദെൻ നമ്മൾ ആർക്ക് ഷീൽഡിങ് എന്താണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഫ്ലക്സസ് എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി വെൽഡിങ്ങിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും, നെക്സ്റ്റ് ഫ്രൈഡേ ആണ് നിങ്ങളെ എക്സാം വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാം വരുന്നത് 60 മാർക്കിനായിരിക്കും എക്സാം. രാവിലെ 9:30 to 11:30 വരെയാണ് ടൈമിങ്. പിന്നെ അതിന് വേണ്ട സ്ലൈഡ്സും കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് പഠിച്ച് എഴുതാം. ഓക്കെ, താങ്ക് യു.